വേദയുടെയും അനിയത്തി ദേവിയുടെയും കഥയാണിത്. അമ്മയില്ലാത്ത ഒരു കുറവും വരുത്താതെയാണ് അച്ഛൻ ഗോവിന്ദൻ മക്കളെ വളർത്തിയത്. ദേവയേക്കാൾ 4 വയസ്സ് മൂത്തതാണ് വേദ. അവർ കൂട്ടുകാരികളെ പോലെ സന്തോഷത്തോടെയാണ് വളർന്നത്. വേദയ്ക്ക് 18 വയസ്സാകാൻ കാത്തു നിന്ന പോലെ വിവാഹാലോചനകൾ വന്നു. എന്നാൽ ജാതകക്കുറിപ്പ് എഴുതിച്ചപ്പോഴാണ് അറിഞ്ഞത് വേദയ്ക്ക് ചൊവ്വാദോഷം. പിന്നീട് വിവാഹാലോചനയുമായി ഒരാളും ആ പൂമുഖത്ത് വരാതെയായി. എന്ത് ചെയ്യണമെന്നറിയാതെ ആ അച്ഛൻ കുഴഞ്ഞു. അച്ഛനെ സന്തോഷിപ്പിക്കാൻ വിവാഹമേ വേണ്ട എന്ന് പറഞ്ഞ് ജോലികൾ ചെയ്തു വേദ ജീവിതം തുടർന്നു. എന്നാൽ മഴ കാത്തുനിന്ന വേഴാമ്പലിനെ പോലെ അച്ഛൻ്റെ മുന്നിൽ ആ ദല്ലാളെത്തി. അയാളുടെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു. ജനലിലൂടെ വേദ അയാളെ നോക്കിക്കണ്ടു. വേദയ്ക്ക് പയ്യനെ ഇഷ്ടായി. അവൾ സന്തോഷത്തോടെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തിട്ട് റെഡിയായി അടുക്കളയിലെത്തി. അവൾ അവിടെ അണിഞ്ഞൊരുങ്ങി നിന്ന ദേവയെ കണ്ടു. വിവാഹാലോചന അവൾക്കായിരുന്നു. കരയണോ ചിരിക്കണോ എന്നറിയാതെ ഒരു നടുക്കത്തോടെ വേദ തിരിച്ച് റൂമിലേക്ക് നടന്നു. ചെറുക്കന് പെണ്ണിനെ ഇഷ്ടായി. ഡൗറിയൊന്നും വേണ്ടെന്ന ചെക്കൻ്റെ വാക്കുകൂടെ ആയപ്പോൾ അച്ഛൻ അവരെ നന്നായി ബോധിച്ചു. ചേച്ചിയെ നിർത്തി അനിയത്തിയെ കെട്ടിക്കാനാവില്ലല്ലോ. ഇത്തിരി കാശ് മുടക്കിയാണേലും വേദയുടെ ജാതകം തിരുത്താമെന്ന് അച്ഛൻ തീരുമാനിച്ചു. ജാതകം തിരുത്തുന്നതിനെ വേദ എതിർത്തു. കള്ളത്തരത്തിലൂടെ ഒരാളെ ചതിക്കണ്ട എന്നവൾ പറഞ്ഞു. അച്ഛന് ദേഷ്യം വന്നു. മിണ്ടരുത്, നീ ശാപം കിട്ടിയ ജന്മമായി വന്നതാ. നീ കാരണപ്പോ അനിയത്തിയുടെ ജീവിതം കൂടെ ഇല്ലാതാവാൻ പോവുക. അവൾക്ക് സങ്കടം സഹിക്കാനായില്ല. വേദയെ നിർത്തിക്കൊണ്ട് ദേവയുടെ വിവാഹം ഉറപ്പിച്ചു. അന്ധവിശ്വാസങ്ങളുടെ വക്താക്കളായിരുന്നു ദേവയുടെ ചെറുക്കം വീട്ടുകാർ. ചൊവ്വാദോഷക്കാരി മംഗളകർമ്മങ്ങളിൽ പാടില്ല, അത് ദോഷാണെന്ന് അവൻ്റെ അകന്നൊരു അമ്മാവൻ പറഞ്ഞപ്പോൾ അയാൾക്ക് തല താഴ്ത്താനേ കഴിഞ്ഞുള്ളൂ. ചേച്ചിയില്ലാതെ എൻ്റെ കല്യാണം നടക്കില്ല എന്ന് ദേവ പേരിനേലും പറയുന്ന വേദ ആഗ്രഹിച്ചു. ചെറിയമ്മയുടെ വീട്ടിൽ ആരുമില്ല, അവിടെ പോയി നിന്നാ പോരെ എന്നായിരുന്നു അവൾ പറഞ്ഞത്. ഉള്ളിൽ വിഷമത്തോടെ ചിരിച്ചുകൊണ്ട് വേദ അതിനെ ശരിവെച്ചു. വിവാഹം മംഗളായി നടന്നു, വേദയില്ലാതെ. വിവാഹശേഷം തന്നെ കാണാൻ വരുന്ന ചെറുക്കനെയും പെണ്ണിനെയും കാത്ത് വേദ ഉമ്മറപ്പടിയിൽ കാത്തിരുന്നു. അവർ വന്നില്ല. തന്നെ സ്നേഹിക്കണ ആരുമില്ല എന്നവൾക്ക് അന്ന് മനസ്സിലായി. നിറ കണ്ണുകളോടെ അവൾ സ്വയം അവസാനിപ്പിക്കാം എന്ന് മനസ്സിലുറപ്പിച്ച് ആ രാത്രിയിൽ അടുത്ത റെയിൽവേ പാളം ലക്ഷ്യമാക്കി നടന്നു. അവൾ ആ പാളത്തിൽ കണ്ണീരോടെ തൻ്റെ ജന്മത്തെ ശപിച്ചുകൊണ്ട് കാത്തിരുന്നു, തൻ്റെ ജീവൻ എടുക്കാൻ വരണ ആ തീവണ്ടിക്കായി. പെട്ടെന്നായിരുന്നു പിന്നിലൊരു മനുഷ്യനെ അവൾ കണ്ടത്. അയാളും മരിക്കാൻ വന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി. അവളേക്കാൾ പേടി അയാൾക്കുണ്ടെന്ന് അവൾക്ക് തോന്നി. അയാൾ അവളെ കണ്ടു, അടുത്തേക്ക് ചെന്നു. അതെ, ഈ ട്രെയിൻ ഇടിച്ചുള്ള മരണം നല്ല വേദനയാവുമോ? പെട്ടെന്ന് മരിക്കുമല്ലോ അല്ലേ? അയാളുടെ ആ ചോദ്യം അവളിൽ ചിരി ഉണർത്തി. അറിഞ്ഞുകൊണ്ടുള്ള മരണം നല്ല വേദനയാണ് ആശാനെ. അപ്പോൾ നിങ്ങൾക്ക് പേടിയില്ലേ? എനിക്ക് നല്ല പേടിയുണ്ട് ആശാനെ. ജീവിക്കണം എന്നുണ്ട്, പക്ഷേ പോയേ പറ്റൂ. കണ്ണടച്ച് കിടന്നോളൂ, ഉറക്കത്തിലാണേൽ ഒന്നും അറിയില്ല. എടോ, വേദനയില്ലാതെ എനിക്ക് മരിക്കാൻ എന്തേലും വഴി പറ. എനിക്ക് ഉറങ്ങാനൊന്നും ഇപ്പം പറ്റുമെന്ന് തോന്നണില്ല. ശല്യം, എന്തൊരു കഷ്ടാണിത്. താനൊരു കാര്യം ചെയ്യ്, എന്നെ പോലെ ഒരു ശാപം കിട്ടിയ ഒരു ചൊവ്വാദോഷക്കാരിയെ കിട്ട്, അപ്പം പെട്ടെന്ന് ചാവാം. അയാൾ ഒന്നും മിണ്ടാതെ വീണ്ടും തീവണ്ടിക്കായി കാത്തിരുന്നു. തീവണ്ടിയുടെ ശബ്ദം കേട്ടു തുടങ്ങി. രണ്ടാൾക്കും പേടി കൂടിക്കൂടി വന്നു. തന്നെ കല്യാണം കഴിച്ചാൽ ഞാൻ മരിക്കുമോ? ഉറപ്പായി മരിക്കും. എങ്കിൽ അങ്ങനെ മരിക്കാം. എൻ്റെ മരണം വരെ തന്നെ ഞാൻ നോക്കിക്കോളാം, എന്നിട്ട് താൻ മരിച്ചോ? എന്തായാലും മരിക്കാൻ പോവാ.
കുറച്ചു കാലം കൂടെ ജീവിക്കാം എന്നുള്ളിൽ പേടി നിറഞ്ഞതുകൊണ്ട് അവൾ തീരുമാനമെടുത്തു. കാലങ്ങൾ കുറെ കഴിഞ്ഞു. ദേവയുടെ ഭർത്താവ് ജോലിയെല്ലാം പോയി വീട്ടിലിരിപ്പായി. അവളുടെ സ്വർണ്ണെല്ലാം അയാൾ ബിസിനസ് എന്നും പറഞ്ഞ് വിറ്റു തുലച്ചു. കൂട്ടുകാരൊത്ത് ചീട്ടുകളിയും മദ്യപാനവുമായി അയാൾ ആകെ നശിച്ചു. അച്ഛൻ്റെ അടുത്ത് സ്വത്തിനായി വഴക്കിട്ട നാളായിരുന്നു അത്. തൻ്റെ കാലശേഷം സ്വത്തിൻ്റെ പാതി മൂത്ത മകൾക്കുള്ളതാണെന്ന് അച്ഛൻ പറഞ്ഞു. ആ ന്യായത്തെ അയാൾ എതിർത്തു. ഒറ്റത്തടിയായ നിങ്ങൾക്ക് എന്തിനാ ഇനി സ്വത്ത്? പിന്നെ നാട് വിട്ടുപോയ ഒരു ചേച്ചി, അത് ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഇനി ഈ വീടും പറമ്പും ഇവൾക്കുള്ളതാ, അത് ഞങ്ങൾക്ക് വേണം. അയാൾ പറയണതിന് ഒരു പാവയെ പോലെ ദേവ ശരിവെച്ചു. അച്ഛനൊന്നും മിണ്ടാതെ തല കുനിച്ചു. അയാൾ അവളെ അവിടെ നിർത്തി ഇറങ്ങിപ്പോയി. സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് മതി ഇവൾ കൂടെ വരണത് എന്നും അയാൾ പറഞ്ഞു. ഇതേ സമയം ദൂരെ ഒരിടത്ത് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു വേദ. തന്റെ മരണം ഇന്നാണോ നാളെയാണോ എന്നോർത്ത് അയാളും. വേദയ്ക്ക് അച്ഛനെ കാണണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവർ നാട്ടിലേക്ക് തിരിച്ചു. റോഡരികിൽ ഒരു ഭ്രാന്തനെ പോലെ ഒരാളെ അവർ കണ്ടു. വണ്ടിയിൽ നിന്നും തന്റെ അച്ഛനെ തിരിച്ചറിഞ്ഞ അവൾ ഓടി അയാൾക്കരികിലെത്തി. മോളെ, വേദേ, എവിടെ ആയിരുന്നു നീ? അച്ഛനെന്താ ഈ റോഡരികിൽ? അവൾ ചോദിച്ചു. കണ്ണീരോടെ ആ അച്ഛൻ മകളും മരുമോനും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കാര്യം അറിയിച്ചു. അച്ഛൻ ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. ഞങ്ങളോ? അയാൾ ആകാംക്ഷയോടെ ചോദിച്ചു. ആന്നേ, ദേ അച്ഛൻ്റെ മരുമോൻ. ഇനി അച്ഛൻ എന്നും പറഞ്ഞു കൊടുക്ക് എന്നാ മരിക്കാൻ പോണതെന്ന്. 4 വർഷമായി, എപ്പോഴതെന്നെ ചോദ്യം. മോനെ, എനിക്ക് കണ്ട് നല്ല പരിചയമുണ്ട്. ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണച്ചാ, അവൻ ചിരിയോടെ പറഞ്ഞു. അവർ സന്തോഷത്തിന്റെ നാളുകളിലേക്ക് നടന്നു. ചെറുപുഞ്ചിരിയോടെ അവനും